മഞ്ഞേട്ട ചൂളി ഞങ്ങളുടെ ഗ്രാമത്തിലെ മഴക്കാല കാഴ്ചകളാണ് കേട്ടോ. അപ്പൊ നോക്കിക്കേ, അവിടെ നിറച്ച് താറാവും കൂട്ടങ്ങൾ ഉണ്ട്. നമുക്ക് ആ താറാവും കൂട്ടങ്ങൾ കാണാൻ പോവാം. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴേ ആ ചേട്ടൻ പറയണം, ആ ചേട്ടനാണ് ഈ താറാവും കൂട്ടങ്ങളുടെ ഉടമസ്ഥ കേട്ടോ. അപ്പൊ ആ ചേട്ടൻ പറയണം, അങ്ങോട്ട് പോവരുത്, നിങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതൊക്കെ എന്താ പറയാ, താറാവൊക്കെ അവിടെ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ ഈ കാഴ്ച. ഞാൻ പതുക്കെ പറയണേ, ചിലപ്പോൾ ഉറക്കെ പറഞ്ഞാൽ ഇവരൊക്കെ ഇവിടെ നിന്ന് ചാടി പോകും കേട്ടോ. ഭയങ്കര രസമായിട്ടുണ്ട് കാണാനായിട്ട്. ആ ഒരു ചേട്ടനും ചേച്ചിയാണ് കേട്ടോ ഈ താറാവ് കൂട്ടങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കണത്. അവർ കൊഴിഞ്ഞാമ്പാറയെന്നാണ് കേട്ടോ വന്നേക്കണത്. ബൈ. അപ്പതേ നമ്മൾ ഈ പാടവരമ്പത്ത് കൂടെ ഇങ്ങനെ പോവുകയാണ് സുഹൃത്തുക്കളെ. ഇതേ ഇവിടെ ചെറിയൊരു നീർച്ചാലൊക്കെ ഉണ്ട് കേട്ടോ. സുഹൃത്തുക്കളെ, നല്ല പിടയ്ക്കുന്ന മീനാണ്. ഇതിനെന്താ വില വരുന്നത്? വില 200-250 രൂപയ്ക്കാണ് കേട്ടോ കിലോക്ക് വില വരുന്നത്. ഇതാണ് സുഹൃത്തുക്കളെ രോഹു മീൻ. എന്താ അതിന്റെ വലിപ്പം കണ്ടത്? കിലോക്ക് എത്രയാ? 250 രൂപയാണ് കിലോക്ക് കേട്ടോ. കാണിക്കാം. അപ്പൊ ഈ ഏറ്റുമീൻ ചാകരനെ കുറിച്ച് മീൻ പിടിച്ച ചേട്ടന്മാരെന്നെ നമുക്ക് പറഞ്ഞു തരട്ടെ. എന്താണ് പുതുമഴ പെയ്യുമ്പോ 1-2 ദിവസം കിട്ടുന്ന ഒരു ഊത്തമീൻ പറയും, ചിലടത്ത് ഏറ്റുമീൻ പറയും. അങ്ങനെ കിട്ടുന്ന ഒരു മഞ്ഞപ്പൊരിയാണിത്. 1-2 ദിവസം മാത്രമേ കിട്ടുള്ളൂ. പുതുമഴ പെയ്യുമ്പോ കയറി വരുന്ന മീനാണിത്. ഇന്ന് എന്തുണ്ടായോ ചേട്ടാ ഇവിടെ? ഒന്നുകൂടി പറഞ്ഞ ഒന്നുകൂടി. മഞ്ഞട്ടര ചാകര കണ്ട, മഞ്ഞട്ടര ചാകര കണ്ട, അടിപൊളി. കായലിന്റെ മക്കളെ, കായലിന്റെ മക്കളാണ് ഞങ്ങള്. കടലിന്റെ കായലിന്റെ മക്കളാണ് ഞങ്ങള്. എങ്ങനെയുണ്ട് ബിസിനസ്? അടിപൊളി അടിപൊളി. അതെ, ബസ്സിനെ കൊണ്ടുപോകും. ബസ്സുകാർ വരെ നിർത്തിയിട്ട് മീൻ മേടിക്കാട്ടോ. ഇതേ മീൻ കിടന്ന് പിടയ്ക്കാട്ടോ സുഹൃത്തുക്കളെ. പിടയ്ക്കുന്ന മീനാണ്. എവിടെ എവിടെ കാണില്ലല്ലോ. കോന്തിപുലത്ത് മീൻ ചാകര അല്ലെ? ഏറ്റുമീൻ ഏറ്റുമീൻ ഏറ്റുമീൻ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതെന്ത് മീനാ ചേട്ടാ? ഇതെന്തിട്ട്? വയമ്പ് അല്ലേ? ഇത് ഭയങ്കര പാടല്ലേ ഈ വലയെന്ന് എടുക്കാനായിട്ട്. ഇവിടെയാണ് കേട്ടോ നമ്മൾ ഒരു മീൻ സെക്ഷൻ കണ്ടത്. ഇനി ഇതാ അപ്പുറത്തെ മീൻ കട ഉണ്ട് കേട്ടോ. നമ്മളിനി അവിടെ പോവാണ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വഴി പോകുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് മീനൊക്കെ മേടിച്ചിട്ടാട്ടോ പോണത്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് സുഹൃത്തുക്കളെ. ഇവിടെ ഇരിക്കണ നോക്കി സുഹൃത്തുക്കളെ, 10 കിലോയുടെ ഒരു കട്ടലയാണ് കേട്ടോ ഇരിക്കണത്. എന്ത് പൊന്നെ, എന്തൊരു വലിപ്പം അത്. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ പാടത്ത് വെള്ളം വന്നിട്ടോ. നീ നോക്കിക്കേ, കാണാനായിട്ട് വെള്ളം വന്നപ്പോ അവിടെയാട്ടോ ഏറ്റുമീൻ ചാകര നടക്കുന്നത്. ഈ ഒരു പാടത്തുനിന്ന് പിടിച്ചിട്ടുള്ള മീനിന്റെ ചാകരയാണ് അവിടെ നടക്കുന്നത്. നീ കണ്ടോ, ഇവിടെ ഒരു മീൻകാരൻ ചേട്ടന്റെ ബൈക്കൊക്കെ ഉണ്ട് കേട്ടോ. ഉള്ളിൽ വല്ലതുണ്ടോ? ഇതിലൊന്നുമില്ല. മീൻ പിടിച്ചിട്ടിടാൻ വേണ്ടിയിട്ടാട്ടോ അത്. അപ്പൊ നീ നോക്കിക്കേ, ഈ പുഴയിൽ ഇത്ര അധികം ഒഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പൊ നല്ല ഒഴുക്കൊക്കെ, നല്ല വെള്ളമായിപ്പോ. നല്ല ഒഴുക്കാട്ടോ പുഴയിൽ. ഇപ്പൊ ഇവിടേക്ക് നോക്കിക്കേ, എന്ത് സ്പീഡിലാ വെള്ളം പോണതറിയോ? നല്ല ഒഴുക്കായി. ഈ പാലത്തുമ്മ കൂടെ ബസ് പോണ കാഴ്ച ഉണ്ടല്ലോ, ഭയങ്കര രസാട്ടോ കാണാനായിട്ട്.
സുഹൃത്തുക്കളെ അതിഭീകരമായൊരു കാഴ്ചയാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ദേ കണ്ടോ, മഴ 1-2 മഴ പെയ്തിട്ടുള്ളൂ, അപ്പോഴേക്കും നോക്കിയേ വെള്ളം ഇവിടെ. ഞാൻ മുമ്പ് ഈ സ്ഥലത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അന്നൊന്നും ഇവിടെ അത്രയ്ക്കും വെള്ളം ഉണ്ടായിട്ടില്ല. അന്ന് ഞാൻ ദേ ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ അന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ സ്റ്റെപ്പും ഇരുന്നിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ദാ ഈ മുകളിലത്തെ സ്റ്റെപ്പിൻ്റെ അവിടം വരെ വെള്ളമായിട്ട് നോക്കിയേ. വെള്ളത്തിൻ്റെ ഒരു ഭീകരത നോക്കി നിങ്ങൾ. ഓ മൈ ഗോഡ്, മിനിറ്റ് വെച്ച് വെള്ളം കൂടുക കേട്ടോ. അവിടെയൊക്കെ വെള്ളം കയറി. മിക്കവാറും ഈ 2 മഴ കൊണ്ട് വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഭയങ്കര കാഴ്ചയാണ് കേട്ടോ. ഹൊറിബിളാണിത്. മുകളിൽ പാലം. എന്ത് ചേട്ടാ ഇത്ര അധികം വെള്ളം വരാൻ കാരണം? അറിയില്ല. ആ, ഇത്ര വെള്ളം കയറാറില്ലേ? അപ്പോൾ ഇത്ര വെള്ളം കയറാറില്ലേ? 2018 ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ എന്താ ഇത്ര പെട്ടെന്ന് വെള്ളം കയറാൻ കാരണം? ഡാം തുറന്നു അല്ലേ? ഡാം തുറന്നിട്ടില്ല, തുറന്നൊന്നും അറിയില്ല. ചിറകളുണ്ട് മുകളില്, ആ ചിറകൾ പൊട്ടി വെള്ളം വന്നിട്ടുണ്ട്. അതെ അല്ലേ? അതുകൊണ്ട് കാലവർഷം തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്കും ഇങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ എന്തായിരിക്കില്ല അവസ്ഥ? അതിഭീകരമായ കാഴ്ച ഉണ്ട്. കണ്ടാൽ തന്നെ നമ്മുടെ മഴക്കാല കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നത് ഇതാ മുംബൈ ബൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലേക്കാണ് കേട്ടോ. മുംബൈയിൽ കിട്ടുന്ന അതേ ഫുഡ് ഐറ്റംസ് ആണ് ഇവിടെ കിട്ടുക. അതേ കണ്ടില്ലേ, ദഹിപൂരി ഉണ്ട്, അതുപോലെ തന്നെ പഞ്ചാബി സമൂസ ഉണ്ട്, ഇതാ വടാപ്പാവ് ഉണ്ട്, പാവ് ഭാജി ഉണ്ട്, എഗ് റോൾ ഉണ്ട്. ഒക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുംബൈയിൽ കിട്ടുന്ന അതേ മസാല വെച്ചിട്ടാണ് ഈ ഒരു ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ എല്ലാം നല്ല ഹോംലി ഫുഡാണ് കേട്ടോ. ഈ പാവൊക്കെ വീട്ടിലുണ്ടാക്കിയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല ഹൈജീനിക്കാണ്, നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഫുഡാണ് കേട്ടോ. അപ്പോൾ ഈ ദഹിപൂരി ഉണ്ടല്ലോ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ എന്നെ പോലെ നിങ്ങൾക്കും മുംബൈ ഫുഡ്സൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ കട വിസിറ്റ് ചെയ്തോളൂ കേട്ടോ. ഈ കട എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ NH47 പുതുക്കാട് സെൻറ്ററിൽ നിന്ന് ഒരു 100 മീറ്റർ ഉള്ളിലേക്ക് വന്നാൽ നമുക്ക് ഈ ഒരു ഷോപ്പ് കാണാൻ പറ്റും കേട്ടോ. പേര് മറക്കണ്ട, മുംബൈ ബൈറ്റ്സ് എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര്. അടിപൊളി ഫുഡാട്ടോ, ഒന്നും പറയല്ല, അടിപൊളിയാണ്. ഈ ചേട്ടൻ മുംബൈ ബൈറ്റ്സിന് ഫുഡ് കഴിച്ചിട്ട് ആളുടെ എക്സ്പീരിയൻസ് നമ്മളോട് പറയൂ കേട്ടോ. ചേട്ടാ എവിടെ നിന്നാണ് വരുന്നത്? ഊരകത്ത് നിന്നാണല്ലേ? ആദ്യമായിട്ടാണോ വരുന്നത്? അപ്രതീക്ഷയായിട്ട് വന്നതാണ് കഴിക്കാനായിട്ട്. കഴിച്ചു, നല്ല ടേസ്റ്റി ആയിട്ട്. എന്താ കഴിച്ചേ? വടയപ്പാവും പിന്നെ സമൂസപ്പാവും. അപ്പോൾ ഞാൻ മുംബൈയിലുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുന്നേ. അതിനുശേഷം ഇവിടെ വന്നപ്പോഴാണ് കഴിച്ചപ്പോഴാണ് ടേസ്റ്റ് കിട്ടിയത്. അത് വളരെയധികം സന്തോഷം. ഒറിജിനൽ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. ടേസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓണറോട് പറഞ്ഞത് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഭക്ഷണമാണ് പറഞ്ഞു. നല്ല ഭക്ഷണം. നല്ല ഫുഡാണ്. ഓക്കെ, താങ്ക് യു ചേട്ടാ വീഡിയോയിൽ വന്നതിന്.